അങ്ങേ പിരിഞ്ഞു അങ്ങേ മറന്നു യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ വേറൊന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നു യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ വേറൊന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 137 സങ്കീർത്തനം അതിൻ്റെ 5ഉം 6ഉം വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ഇസ്രായേൽ എന്ന ജനം അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം അവരുടെ മനസ്സിനകത്ത് ആരാധനയോട്, ആലയത്തോട്, അവരുടെ ദൈവികമായ ബന്ധത്തോടുള്ള ആഴമേറിയ ആ തീരുമാനം അല്ലെങ്കിൽ ആഴമേറിയ സ്നേഹം ഒന്ന് കാണേണ്ടതാണ്. കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം ദൈവത്തെ അനുഗമിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. പക്ഷേ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകത, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലുത് ദൈവമാണ്. അവരുടെ ദൈവ ബന്ധത്തിൻ്റെ ആഴമേറിയ ഒരു അനുഭവം ആലയവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ആലയം സ്ഥാപിച്ചപ്പം ശലോമോൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആലയത്തെ നോക്കി, ആലയത്തിൽ വന്ന്, ആലയത്തിങ്കിലേക്ക് കൈനീട്ടി, ആലയത്തിങ്കിലേക്ക് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവേ നീ അത് ശ്രദ്ധിക്കണം. അന്നു മുതൽ ഇവരുടെ അകത്ത് ആലയം വളരെ പ്രാധാന്യമാണ്. ഒരു വിഗ്രഹം എന്നല്ല ഞാൻ പറഞ്ഞത്, ആലയം. പ്രവാസത്തിൽ കിടക്കുമ്പം ആലയം ചുട്ട് എരിക്കപ്പെട്ടപ്പോഴും അവർ പറയുകയാണ്, യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നു എങ്കിൽ എൻ്റെ വലങ്കൈ മറക്കട്ടെ. നമ്മുടെ വലങ്കൈക്ക് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുണ്ട്, സ്തോത്രം, യഹൂദന് യെരൂശലേം. അടുത്ത വാക്ക് പറയാണ്, ഞാൻ നിന്നെ മറന്നുപോയാൽ, എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ് യെരൂശലേം, ആലയം, ആരാധന. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവും ദൈവവചനവും ആരാധനയും ഒക്കെ വളരെ വില കൊടുക്കുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ശക്തിക്കും, ഒരു പ്രവാസത്തിനും, ഒരു അടിമത്തത്തിനും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അതിൽ നിന്ന് പൊട്ടി പുറത്തു വരും. ലോകം മുഴുവൻ എതിർത്തിട്ട് ഇസ്രായേൽ ജനം ഇന്നും ലോകത്തിൽ ഒന്നാമതായി നിൽക്കുന്നതിൻ്റെ പിൻപിൽ അവരുടെ ഉള്ളിൽ ദൈവത്തിനും ദൈവസഭയ്ക്കും അവരുടെ ആരാധനയ്ക്കും പ്രാധാന്യമുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൽ നിങ്ങൾ കിടക്കുന്നത് വളരെ തകർച്ചയുടെ നടുവിലും ഇപ്പോൾ ഇസ്രായേൽ കിടക്കുന്നത് പോലെ പ്രവാസത്തിലുമായിരിക്കാം. പക്ഷേ ദൈവത്തോടും ദൈവവചനത്തോടും ആരാധനയോടുള്ള സ്നേഹം കുറയാതെ തുടരുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ആ സാമ്രാജ്യങ്ങളൊക്കെ തകർന്നതുപോലെ അത് സാമ്രാജ്യങ്ങൾ തകരുകയും നിങ്ങൾ പുറത്തു വരികയും നിങ്ങൾ വീണ്ടും
ലോകത്തിൽ ശ്രദ്ധേയമായി തീരുകയും ചെയ്യുന്നു. എവിടേക്കോ അമർന്നുപോയ, ഒതുങ്ങിപ്പോയ, തീർന്നുപോയ ചിലരെല്ലാം ദൈവം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന നാളുകളാണിത്. നിങ്ങളുടെ അകത്തൊരു ഭയങ്കര ദാഹമുണ്ട്. കർത്താവെ, എന്നെ ഒന്ന് ഉപയോഗിക്കണേ, കർത്താവെ എന്നെ ഒന്ന് ഉയർത്തണേ, എന്നെ അവസ്ഥയൊന്ന് മാറ്റണേ, എനിക്ക് നിനക്ക് വേണ്ടി നിൽക്കണം. അങ്ങനെ ഉള്ളത്തിൽ കൊതിയുള്ള ചിലരെ കർത്താവ് കാണുന്നു. പക്ഷെ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. എന്നാൽ നിങ്ങൾ പുറത്തു വരുന്ന ദിനങ്ങൾ അതിവിദൂരമല്ല. കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന അടിമത്തങ്ങൾ മാറും, പ്രവാസങ്ങൾ മാറും. നിങ്ങളെ തുള്ളിച്ചാടി കന്നുകാലിയുടെ തൊഴുത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കന്നുകുട്ടിയെ പോലെ എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങളെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. നിങ്ങൾ ബലപ്പെടുക, മറക്കാതിരിക്കുക. പ്രാർത്ഥന, ആരാധന, ദൈവബന്ധം, യേശുവിനെ, പരിശുദ്ധാത്മാവിനെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, കർത്താവേ, ഞങ്ങൾ എനിക്ക് നന്ദി പറയും. ഇന്ന് ലഭിച്ച വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. യേശുവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യം, ഞങ്ങളുടെ മുൻഗണന, ഞങ്ങളുടെ പ്രയോറിറ്റി കർത്താവെ ഞങ്ങൾ യേശുവിനും ദൈവരാജ്യത്തിനും സഭയ്ക്കും നൽകുന്നു. പിതാവെ, അങ്ങേ അധികമായി സ്നേഹിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങയുടെ കൃപയും കരുണയും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവ്. യേശുവേ, ഇന്ന് അനേകം ജനങ്ങൾ ഇത് കേൾക്കുന്ന വ്യക്തികളെല്ലാം കർത്താവെ അങ്ങ് പുറത്തെടുക്കുന്ന പകലാകിയാൽ സ്തോത്രം ചെയ്യും. യേശുവേ, നിൻ്റെ നാമമഹത്വത്തിനായിട്ട് കർത്താവ് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുന്ന വ്യക്തി അനുഗ്രഹിക്കുന്നു, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, തലമുറകളെ അനുഗ്രഹിക്കുന്നു. അവർ ഇന്ന് കർത്താവെ കടന്നു ചെല്ലുന്ന ഓരോ മേഖലകളെ അനുഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്തിൽ അവരെ മറച്ചു പിടിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങ് ഈ ദിവസത്തെ അത്ഭുതമാക്കും, അതിശയമാക്കും, വിടുതൽ നൽകും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ ആയിരിക്കുക. ഞങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയും സമൃദ്ധിക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് രോഗക്കിടക്കിലായിരിക്കുന്ന, രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ, രോഗത്തിൽ നിന്ന് പുറത്തു വരട്ടെ, ടെൻഷനിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം, ഈ വ്യക്തി ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കർത്താവ് കൂടെ ഇരിക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ വലിയ കരുണയും കൃപയും കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. ശലോം.